നമസ്കാരം. IC-814 ദ കാണ്ഡഹാർ ഹൈജാക്കിംഗ് എന്ന അനുഭവ് സിൻഹയുടെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇപ്പോൾ ചർച്ചയാകുകയാണ്. കാണ്ഡഹാർ വിമാന റാഞ്ചലിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അമൃത്സർ വിമാന റാഞ്ചലും. 5 മിനിറ്റ് മാത്രം സമയമെടുത്താണ് NSG കമാൻഡോ സംഘം ഈ വിമാന റാഞ്ചൽ വിഫലമാക്കി മാറ്റിയത്. 1993 ഏപ്രിൽ 24 ദില്ലിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC-427 വിമാനം ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർ റാഞ്ചുന്നത്. ഉച്ചയ്ക്ക് 1:57 യാത്രക്കാരും ജീവനക്കാരുമായി 141 പേരുമായി വിമാനം ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് തിരിച്ചത്. വിമാനം പറന്നു പൊങ്ങിയതിന് പിന്നാലെ യാത്രക്കാരനായി വിമാനത്തിൽ കയറിപ്പറ്റിയ മുഹമ്മദ് യൂസുഫ് എന്ന ഭീകരൻ വിമാനം ഹൈജാക്ക് ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ജനറൽ ഹസൻ എന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിച്ചത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ പരമോന്നത കമാൻഡർ സയ്യിദ് സലാഹുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദൗത്യമെന്നും ഇയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 2 കൈയിലും പിസ്റ്റലുകൾ പിടിച്ചിരുന്ന മുഹമ്മദ് യൂസഫ് തൻ്റെ കൈവശം ഗ്രനേഡ് ഉണ്ടെന്നും വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് തിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ആകാശപാതയിലേക്ക് വിമാനം കടക്കുന്നതിന് ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നിഷേധിച്ചു. ഇതിന് പിന്നാലെ 3:20 വിമാനം അമൃത്സറിൽ ഇറക്കുന്നു. യാത്രക്കാരെ ബന്ദികളാക്കിയിരിക്കുകയാണെന്നും ഇന്ധനം നിറച്ചതിനു ശേഷം വിമാനം കാബൂളിലേക്ക് പറത്തണമെന്നും ഭീകരൻ ആവശ്യപ്പെട്ടു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞ ഉടനെ ദില്ലിയിൽ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അന്ന് നരസിംഹറാവു മന്ത്രിസഭയിലെ വ്യോമയാന മന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദ് സാഹചര്യങ്ങൾ അടിയന്തരമായി വിലയിരുത്തി. പിന്നാലെ അമൃത്സർ വിമാനത്താവളത്തിൽ പഞ്ചാബ് പോലീസിലെ SP-യും DC-യും ഭീകരനുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തി. എന്നാൽ ഇന്ധനം നിറച്ച് വിമാനം കാബൂളിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യത്തിൽ തന്നെ ഭീകരർ ഉറച്ചു നിന്നു. ഇക്കാര്യം ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥർ ദില്ലിയിലെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ അറിയിച്ചു. സമയം നീട്ടിക്കൊണ്ടു പോകുക എന്ന ഉദ്ദേശത്തോടെ ചർച്ചകൾ തുടരാനായിരുന്നു ദില്ലിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. ചർച്ചകൾ അർദ്ധരാത്രിയോളം നീണ്ടു. ഇതിനിടയിൽ NSG കമാൻഡോകൾ അമൃത്സറിൽ എത്തിച്ചേർന്നു. ഒടുവിൽ വിമാനത്തിനുള്ളിൽ കടന്ന് വിമാന റാഞ്ചിയെ കീഴടക്കാൻ NSG കമാൻഡോകൾക്ക് അനുമതി ലഭിക്കുന്നു. ജർമ്മൻ ഫെഡറൽ പോലീസിന്റെ തന്ത്രപ്രധാനമായ യൂണിറ്റായ GS-9 പരിശീലനം നേടിയവരായിരുന്നു ഈ NSG കമാൻഡോകൾ. ഇരുട്ടിന്റെ മറവിൽ അർദ്ധരാത്രിയോടെ കമാൻഡോ സംഘം വിമാനത്തിന് കീഴിൽ ഇഴഞ്ഞെത്തി. എയർ ഹോസ്റ്റസുമാർ വീൽ ലോക്കും 6 വാതിലുകളും തുറന്നു വെച്ചതോടെ കമാൻഡോകളുടെ നീക്കം വേഗത്തിലായി. രാത്രി 1:05 NSG കമാൻഡോകൾ 6 വാതിലുകളിലൂടെ വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. അതേസമയം ഇതൊന്നും അറിയാതെ ഭീകരൻ കോക്പിറ്റലിൽ നിന്ന് പഞ്ചാബ് പോലീസ് മേധാവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കമാൻഡോകൾ പിന്നിൽ നിന്നും ഇയാളുടെ മേൽ ചാടി വീണു. കമാൻഡോ സംഘത്തിന്റെ അതിവേഗത്തിലുള്ള അപ്രതീക്ഷിത നീക്കത്തിൽ മുഹമ്മദ് യൂസഫ് പതറിപ്പോയി. വെടിയുതിർക്കാൻ യൂസഫ് ഒരു വിഫല ശ്രമം നടത്തിയെങ്കിലും അതിനു മുമ്പേ കമാൻഡോകളിൽ ഒരാളുടെ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നുള്ള വെടിയുണ്ട യൂസഫിനെ വീഴ്ത്തിയിരുന്നു. പരിക്കേറ്റ യൂസഫിനെ NSG സംഘം വിമാനത്തിന് പുറത്തെത്തിച്ച് പഞ്ചാബ് പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. കേവലം 5 മിനിറ്റ് കൊണ്ടാണ് NSG കമാൻഡോകൾ ഈ ദൗത്യം പൂർത്തീകരിച്ചത്. NSG ആന്റി ഹൈജാക്കിംഗ് സ്ക്വാഡിന്റെ ആദ്യ ഓപ്പറേഷനായിരുന്നു 1993 കൂടാതെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വേഗമേറിയ കമാൻഡോ ഓപ്പറേഷനായും ഇത് ഇടം നേടി. പിന്നീട് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടെ ഭീകരൻ മരണത്തിന് കീഴടങ്ങിയതായി പഞ്ചാബ് പോലീസ് മേധാവി KPS ഗിൽ അറിയിക്കുകയാണ് ഉണ്ടായത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.